ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കുറച്ച് സ്കേറ്റിംഗ് വിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ? ആക്കിക്ക് സ്കേറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണെങ്കിലും റോഡിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഇൻ്റർലോക്ക് കാണുമ്പോൾ ടാറിട്ട റോഡല്ല, കുണ്ടുണ്ട്, കുഴിയുണ്ട്, ഹമ്മുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിപ്പം തന്നെ. ഒരു ദിവസം അവനെയും പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ പോയി. ആദ്യം ഒന്ന് അങ്ങങ്ങൊക്കെ വീഴാൻ പോയെങ്കിലും പതിയെ പതിയെ എല്ലാം ശരിയായി. ഞാനും പറഞ്ഞു, ആക്കി വീണാലിപ്പോൾ എന്തുണ്ടാവുക, ഒന്ന് കൈയും കാലൊക്കെ പൊട്ട്, അത്രയല്ലേ ഉള്ളൂ, സാരമില്ലാന്ന്. ആക്കിയുടെ കാര്യത്തിൽ ഞാനും കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആണ്. ഇവന് സ്കൂളിൽ സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ബേസിക് കിറ്റ് ഓർഡർ ചെയ്യുന്നതിന് പകരം ഓർഡർ ചെയ്തത് അഡ്വാൻസ് കിറ്റാണ്. അത് ബേസിക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹവായി ചെരുപ്പിൻ്റെ ഇടയിൽ 2 ചക്രമുള്ള സാധനം, അതിലേതൊക്കെ പഠിക്കുക. ഇവൻ അഡ്വാൻസ് കിറ്റ് ഓർഡർ ചെയ്തിട്ട് അത് ഇട്ട് നോക്കി നിൽക്കാൻ പോലും പറ്റാണ്ട് അവിടെ ഇരിപ്പായി. അവൻ്റെ തൊട്ടടുത്ത് ഞാനും. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ 4650 രൂപ പോയി. അപ്പോൾ അവൻ ഇങ്ങനെ ആകെ വിഷമിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന്. പിന്നെ എഴുന്നേക്കാൻ നോക്കും, വീഴാൻ പോകും. ഞാൻ പറഞ്ഞു, വേണ്ട, ഇനി വീണ് വല്ലതും പറ്റിയാലോ, സാരമില്ല, നമുക്ക് പതിയെ യൂട്യൂബിൽ നോക്കിയൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ബിഗിനിങ് ക്ലാസ്സൊക്കെ ജസ്റ്റ് ഇരുന്ന് കണ്ടു കേട്ടോ. അവൻ അതൊക്കെ നോക്കി ടേബിളിലൊക്കെ പിടിച്ച് നിന്ന് അങ്ങനെ പതിയെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ചപ്പാത്തി വരത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കണ്ടത് ഓണ് നല്ല ഷൂ എന്ന് പറഞ്ഞ് പോകുന്നതാ. അവൻ വേഗം പഠിച്ചെടുത്തന്നേ, അവനക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പിള്ളേർ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പതിയെ പിന്നാലെ ഒന്ന് നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ പല നമ്പർ നമുക്ക് കാണാം. ഇപ്പം കണ്ടില്ലേ എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് ആൾ പോകുന്നത് നോക്കിക്കേ. പിന്നെ സ്കേറ്റിംഗ് ഈ ഷൂ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എല്ലാ ഉമ്മമാരും അല്ലെങ്കിൽ ഉപ്പമാരും പിള്ളേരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോവാം. ഹാവ് എ ഗുഡ് ഡേ ടു എവരിവൺ. ബൈ.